നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാൻ കോൺഗ്രസ്. സിറ്റിംഗ് എംഎൽഎമാരിൽ 2 പേർ ഒഴികെ ബാക്കി എല്ലാവരും മത്സരിക്കും. ആ പട്ടിക ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിച്ചേക്കും. 27-ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. സ്ഥാനാർത്ഥി നിർണയം വൈകരുതെന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് കെപിസിസിക്ക് നൽകിയത്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാതൃകയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണം എന്നാണ് പാർട്ടിയുടെ ധാരണ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കിയിരുന്നു. സിറ്റിംഗ് എംഎൽഎമാരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനും കെ ബാബുവിനും ഒഴികെ മറ്റെല്ലാവർക്കും സീറ്റ് നൽകാനാണ് ധാരണ. ഈ സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിക്കും. 27-ന് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. ഇതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് തോറ്റവരെയും വീണ്ടും പരിഗണിക്കും. സ്ഥിരമായി തോൽക്കുന്നവരെ വീണ്ടും മത്സരിപ്പിക്കില്ല. യുവപ്രാതിനിധ്യം ഉറപ്പാക്കുന്നതായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക. ചർച്ചകൾ പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും പറഞ്ഞു. ഘടകകക്ഷികളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. 27-ാം തീയതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് സെലക്ഷൻ കമ്മിറ്റി 27-ന് തിരുവനന്തപുരത്ത് ചേരുന്നു. അതേ തുടർന്ന് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരുടെയും DC പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ജില്ല തിരിച്ചുള്ള യോഗങ്ങൾ 3 ദിവസം കൊണ്ട് കെപിസിസി ചേരുകയാണ്. സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് UDFും കോൺഗ്രസും മുന്നോട്ട് പോകും. സിറ്റിംഗ് എംപിമാർ മത്സരിക്കേണ്ട എന്നാണ് കെപിസിസിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയുമൊക്കെ നിലപാട്. എന്നാൽ കണ്ണൂരിൽ കെ സുധാകരൻ MP മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ ശനിയാഴ്ചയും മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.